ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കും. മൊഴിയെടുക്കാൻ SIT സമയം തേടിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളുടെ പൂജയിൽ ജയറാമിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ജയറാമിനെ സാക്ഷിയാക്കാൻ ഒരുങ്ങുന്നത്. അന്വേഷണ സംഘം ദ്രുതഗതിയിലാണ് ഇപ്പോൾ SITയുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കൂടുതൽ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് ഒരുങ്ങുന്നത്. പത്മകുമാറിന്റെ വീട്ടിലെ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിലും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇപ്പോൾ ജയറാമിനെ സാക്ഷിയാക്കുമെന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗത്തിലാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെത്തി സ്വർണത്തിന്റെ ദ്വാരപാലക ശില്പങ്ങളുടെയും മറ്റും പാളികളുടെയും മറ്റും വിവരങ്ങൾ തേടി അല്ലെങ്കിൽ അതിലെ അംശങ്ങളൊക്കെ എടുത്ത് പരിശോധനയൊക്കെ പൂർത്തിയാക്കിയതായിരുന്നു. വിവരങ്ങൾ നൽകാനായി അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, ഇപ്പോൾ ജയറാമിനെ കൂടി സാക്ഷിയാക്കാൻ ഒരുങ്ങുകയാണ്. അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലേ? അതെ അഖില, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ പല അറസ്റ്റുകളും നടത്തിയിട്ടുണ്ടായിരുന്നു. ആ അറസ്റ്റുകൾക്ക് പിന്നാലെ കൃത്യമായിട്ടുള്ള അന്വേഷണവുമായിട്ട് SIT സംഘം മുന്നോട്ട് പോവുകയാണ്. അതിലാണിപ്പോൾ ഈ നടൻ ജയറാമിനെ കൂടി ഈ കേസിൽ സാക്ഷിയാക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് ജയറാമിന്റെ മൊഴിയെടുക്കാനായിട്ട് SIT സമയം തേടിയിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ജയറാമിനെ ഈ പൂജയുടെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ തന്നെ വലിയ തരത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ പൂജ നടത്തിയ സമയത്ത് ജയറാം ഇതിൽ പങ്കാളിയായത് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ വിജിലൻസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് SIT സംഘത്തിന്. അതിനായിട്ടാണ് ഈ നടന്റെ സമയം തേടിയിരിക്കുന്നത്. കൂടുതൽ മൊഴിയെടുത്തതിന് ശേഷം വിശദമായി അത് പരിശോധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നീളുന്നത്. എന്തായാലും ഈ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SIT സംഘം നീങ്ങുകയാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള സമയം കൂടി തേടിയിരിക്കുന്നത്. അന്വേഷണം പല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങൾ അതിവേഗത്തിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും റിമാൻഡിൽ കഴിയുന്ന പത്മകുമാറിന്റെ അപേക്ഷ അത് ഉടൻ തന്നെ നൽകും എന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ചെയ്യും. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് കേസിൽ സാക്ഷികളായിട്ടുള്ള ആളുകളും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം നിൽക്കുന്നത്. നേരത്തെ ഈ പത്മകുമാർ അറസ്റ്റ് ആയതിന് പിന്നാലെ തന്നെ ഈ മറ്റാരുടെയൊക്കെ മൊഴിയെടുക്കും, മറ്റാരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നത് പ്രധാനമായിട്ടും നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിലാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകളെ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവില്ല എന്നതായിരുന്നു പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. അപ്പോഴാണ് ഈ സാക്ഷികളായിട്ടുള്ള ഈ പൂജയൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് ഈ ബാംഗ്ലൂരിലൊക്കെ ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുപോയ വഴികളൊക്കെ നമ്മൾ നേരത്തെ കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ അതിലൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകളെയൊക്കെ, അതായത് ഇതിലൊരു ബിസിനസ്സുകാരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഉള്ള ആളുകളെ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി ശേഖരിച്ചതിന് ശേഷം അത് കൃത്യമായി പരിശോധിക്കുക ഉൾപ്പെടെയുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. അതിന്റെ ഭാഗം എന്നോണമാണ് ജയറാമിലേക്ക് ആദ്യഘട്ട നടപടിയുടെ ഭാഗമായിട്ട് ജയറാമിനെ സാക്ഷിയാക്കിക്കൊണ്ടുള്ള ഒരു മൊഴിയെടുപ്പിലേക്ക് പോകുന്നത്. അഞ്ജു, ഈ ദേവസ്വം മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ എത്തണമെങ്കിൽ ഈ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അതൊരു നിർണായക ഘടകമാണ്. അതെ അഖില, ഈ പ്രധാനമായിട്ടും ഈ പത്മകുമാറിന്റെ ഈ പങ്കാളിത്തം എത്രത്തോളം വലുതാണെന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്ന ഘട്ടത്തിൽ അത് കൃത്യമായിട്ട് മനസ്സിലായതുമാണ്. അപ്പോഴാണ് ഇനി പത്മകുമാറിൽ നിന്ന് കൂടുതൽ ഉന്നതരിലേക്ക് അത് എത്തും, ആരിലൊക്കെ എത്തും എന്ന ചോദ്യം ഉയർന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തം ഉണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കേണ്ടതിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നതായിരുന്നു മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത് ഉണ്ടാവില്ല. പകരം ഈ മറ്റു ചില ആളുകളെ കൂടി ഈ ഘട്ടത്തിൽ മൊഴിയും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി KP ശങ്കർദാസിനെയും N വിജയകുമാറിന് എന്നിവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരെ കൂടി വിളിപ്പിച്ച് ഇവരുടെ വിവരശേഖരണം കൂടി, ഇവരിൽ നിന്ന് കൂടുതൽ വിവരശേഖരണങ്ങൾ തേടേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള നടപടികളുമായിട്ട് SIT മുൻപോട്ട് പോകുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കും. മൊഴിയെടുക്കാൻ SIT സമയം തേടിയിട്ടുണ്ട്. അഞ്ജു ജയപ്രകാശാണ് വിശദ വിവരങ്ങൾ നൽകിയത്.